മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ ദേശീയ യുവജന ദിനാചരണവും വിവിധ ഭൗതിക സൗകര്യങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള മുഖ്യാതിഥിയായി. ആർക്കുളം മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ ദേശീയ യുവജന ദിനാചരണത്തിനോടനുബന്ധിച്ച് ഇന്ന് ജനുവരി 11-ാം തീയതി ബൃഹത്തായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആദരണീയനായ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള മുഖ്യാതിഥിയായി എത്തി. രാവിലെ 10 മണിക്ക് കോളേജിൽ ആരംഭിച്ച പരിപാടിയിൽ വിവേകാനന്ദ ചെയറിന്റെ ഉദ്ഘാടനവും യോഗ സെന്റർ, ബാസ്കറ്റ്ബോൾ കോർട്ട്, ഇൻഡോർ സ്റ്റേഡിയം, ഇന്നൊവേഷൻ സെന്റർ എന്നിവയുടെ സമർപ്പണവും ഗവർണർ നിർവഹിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഗമിച്ച മഹാസമ്മേളനത്തിൽ ഭാരതീയ യുവത്വവും വിവേകാനന്ദ ദർശനങ്ങളും എന്ന വിഷയത്തെ ആധാരമാക്കി മുഖ്യപ്രഭാഷണവും അദ്ദേഹം നടത്തി. കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ അബ്രഹാം വീട്ടിയാങ്കൽ, പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ തോമസ് ജോർജ് വെങ്ങാലുവയ്ക്കൽ, ബർസാർ ഫാദർ ടിസൺ കൊച്ചേരിൽ, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സാബുക്കുട്ടി MG, IQAC കോർഡിനേറ്റർ ശ്രീ റോബി മാത്യു, NAC കോർഡിനേറ്റർ ഡോക്ടർ ജോസ് ജെയിംസ്, സ്റ്റാഫ് കൗൺസിലർ സെക്രട്ടറി ശ്രീ പ്രിൻസ് J മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അത്യധികം ആഹ്ലാദം പറഞ്ഞു നൽകുന്നതാണ്. എൻ്റെ ജീവിതത്തിലുടനീളം പച്ചപിടിച്ച് നിൽക്കാൻ പോകുന്ന ഒരു മഹത്തായ കർമ്മത്തിലാണ് ഞാൻ ഇന്ന് പങ്കാളിയാകുന്നത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെയാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യൂത്താണ്, യുവജനങ്ങളാണ് നമ്മുടെ ശക്തി. അപ്പോൾ BSc എക്കണോമിക്സ് ആണ് ഇവിടെ കൂടുതൽ എനിക്കറിയില്ല. The meaning through his life he achieved it. He satisfied with അനുഭവപ്പെടുന്ന 2 സംസ്ഥാനങ്ങൾ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഏറ്റവും കൂടുതൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ്. 4 ഉജ്ജ്വലനായ മനുഷ്യശ്രീ ആദരണീയനായ ഗവർണർ അദ്ദേഹം UDF-ന്റെയും LDF-ന്റെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി കേസ് വാദിച്ച് ജയിച്ച ചരിത്രമുള്ള ഏക അഡ്വക്കേറ്റാണ്.